ഹലോ ഗായ്സ്, നമുക്കിന്ന് യു കെയിൽ അമ്പലത്തിൽ പോയാലോ? ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ യു കെ വന്നിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാനേ സമയം കിട്ടാറില്ല. ഈ വർക്കും ക്ലാസ്സൊക്കെ കാരണം അങ്ങനെ അങ്ങനെ പോകും. പിന്നെ ഇന്ന് എനിക്കൊരു ഓഫ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോയേക്കാന്ന് ഓർത്തു. ഭയങ്കര ഭക്തി ആയിട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് എന്തോ അമ്പലത്തിൽ പോകുന്നത് ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. എന്തോ അവിടുത്തെ ഒരു ആംബിയൻസും ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കുറച്ചൊരു പോസിറ്റിവിറ്റി തരുന്നതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നതാണ്. അങ്ങനെ നമ്മളിത് ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. എന്താ സെറം, മോയ്സ്ചറൈസർ, ലിപ് ബാം, പിന്നെ സൺസ്ക്രീൻ. ഇപ്പം ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്, ഭയങ്കര വെയിലാണ്. സോ നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലൊന്നും എനിക്ക് വലിയ ആധികാരികമായിട്ടുള്ള നോളജ് ഒന്നും ഇല്ല, എങ്കിലും ഞാൻ ഇതൊക്കെ ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ മേക്കപ്പിലേക്ക് കടന്നു ഗൈസ്. സോ നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടു, പിന്നെ ഒരു കൺസീലർ ഇട്ടു, പിന്നെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഗൈസ്. കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരൊക്കെ നമ്മളെ ഏതോ ഒരു അന്യഗ്രഹ ജീവിനെ പോലെ നോക്കും. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി ഇവിടെ ഉള്ളവരൊക്കെ വല്ലാത്തൊരു നോട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഗൈസ്. സോ അത് എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഐ ഷാഡോ ഒക്കെ ഇട്ടു. പിന്നെ എനിക്ക് കണ്ണെഴുതി. എനിക്ക് കണ്ണെഴുതുന്ന പണ്ടോട്ടേ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ എപ്പോഴും മറ്റേ വാലിട്ടൊക്കെ കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവിടെ വന്നിട്ട് അത് കുറഞ്ഞു, കാരണം വർക്കിനൊക്കെ പോകുമ്പോൾ എപ്പോഴും അതിനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. പിന്നെ ഇതിപ്പോൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മാത്രം കുറച്ച് വിജൃംഭിച്ചിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ നമ്മൾ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു ഗൈസ്. കുറച്ച് ചുകാന്നിരിക്കട്ടെ എന്നുള്ളത്, എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പിന്നെ ഒരു ജീവിതം ഇല്ലല്ലോ ഗൈസ്. ഇനി ഈ കാണുന്ന മുടിയിൽ നമുക്കൊരു താജ്മഹൽ പണിയാം ഗൈസ്. സോ ഞാൻ കുറച്ച് സെറം തേച്ചു, കാരണം എൻ്റെ ഹെയർ ഒരു ഫ്രിസി ഹെയറാണ്. അപ്പോൾ ഇവിടുത്തെ രണ്ട് കാറ്റടിക്കുമ്പോഴത്തേക്കും ഷോക്ക് അടിച്ച പോലെ ഇരിക്കും, ഇല്ലെങ്കിൽ വൃത്തിക്ക് കിടക്കില്ല ഗൈസ്. ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ടൈം എടുക്കുന്ന കാര്യം എൻ്റെ മുടിയാണ് ഗൈസ്. കാരണം എനിക്ക് എങ്ങനെ മുടി കിട്ടിയാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കണ്ടോ, ഇപ്പം ഞാൻ ഇതൊരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെടത്തില്ല, ഞാനത് മാറ്റും. ഇതെനിക്ക് സ്ഥിരമുള്ള പരിപാടി. എൻ്റെ പകുതി ടൈമും പോകുന്ന ഈ മുടി കെട്ടിയാണ് ഗൈസ്. സോ അങ്ങനെ ഒരു കമ്മലൊക്കെ ഇട്ടു. പിന്നെന്താ, മുടിയൊക്കെ ഞാൻ ചുമ്മാ നോക്കുകയാണ് ഗൈസ്, വെറുതെ പട്ടി ഷോ. അങ്ങനെ നമ്മളൊരു പൊട്ടൊക്കെ തൊട്ടു ഗൈസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഈ പൊട്ട് തൊടലാണ് ഗൈസ്. കാരണം ഞാൻ ഒരു തവണ ഇവിടെ വർക്കിന് പൊട്ട് തൊട്ടുകൊണ്ട് പോയപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണവർ ഇതെന്താ ഈ സാധനം, ഇതെന്താ ഈ മാർക്ക്, നിന്റെ ബർത്ത് മാർക്കാണോ എന്നൊക്കെ ചോദിച്ച് എന്നോട് കുറേ ചോദിച്ചു. ഞാൻ പിന്നെ അവർക്ക് ഒന്നിന്ന് തൊട്ട് വിശദീകരിച്ച് കൊടുക്കേണ്ടി വന്നു. സോ അതിൽ പിന്നെ ഞാൻ ഇവിടെ പൊട്ടേ തൊടാറില്ല ഗൈസ്. പിന്നെ അറിയല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാണ് വെറുതെ, അതുകൊണ്ട് ഞാൻ തൊടാറേ ഇല്ല. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡിയായി ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പ്രസൻ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഞാൻ അമ്പലത്തിൽ പോയിട്ടൊക്കെ ഒന്ന് വായി നോക്കിയിട്ടൊക്കെ വരാം, സോറി ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.